സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാൻ പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ശ്രീനാരായണ കോളേജിലാണ്, അതായത് ശ്രീനാരായണ ലോ കോളേജിലാണ്. ഇത് പൂത്തോട്ട എന്ന് പറഞ്ഞ് നമ്മുടെ എറണാകുളത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു കോളേജാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കും. ഓക്കെ, നമ്മളിന്ന് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് കാലാപാനി എന്ന ഹിറ്റ് ചിത്രത്തിൽ ലാലേട്ടൻ ബ്രിട്ടീഷുകാരോട് പറയുന്ന ഒരു കിടിലൻ ഡയലോഗുണ്ട്. അതാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരത് എങ്ങനെ പെർഫോം ചെയ്യും നമുക്ക് നോക്കാം. ശ്രീനാരായണ ലോ കോളേജ്. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എനിക്കിന്ന് അധികം സംസാരിക്കേണ്ടി വരുന്നില്ല. കാരണം ഇവരൊക്കെയും വാക്ചാതുര്യമുള്ളവരാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ആരെ വിളിക്കാം? പേര് പറയൂ. ആദിത്യ, വെൽക്കം. അപ്പോൾ ആദിത്യ ഒരു പാട്ടോട് കൂടിയാണ് തുടങ്ങാൻ പോകുന്നത്. ആദിത്യ, എങ്ങനെയുണ്ട് ലോ കോളേജിനെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയൂ. വളരെ നല്ലൊരു കോളേജാണ്. എന്താ പറയാ, നല്ല കോളേജ് എക്സ്പീരിയൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ. ഓക്കെ, ഏതിനാണ്? ഞാൻ 3 year LLB ഫസ്റ്റ് ഇയർ ആണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ പഠിച്ചു കാണുമല്ലോ? തീർച്ചയായിട്ടും. ആർട്ടിക്കിൾ 15 എന്താണ് പറയുന്നത്? കട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വേറെ കാര്യം ചോദിച്ചു, ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 അല്ല, 15 അല്ലേ? ഇത് കട്ട് ചെയ്യണം പ്ലീസ്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ. അപ്പൊ നമുക്ക് ഒരു പാട്ടില് നമുക്ക് തുടങ്ങാം. ഓ, തീർച്ചയായിട്ടും. എന്മാരിൽ മിന്നും ഈ മാറാമറുകിൽ തൊട്ടില നീലക്കണ്ണിൽ നീ നൃത്തം വയ്ക്കും ഈ എണ്ണത്തിരിയായി മിന്നില മൂടിച്ചുരുൾ ചൂടിനുള്ളിൽ നീ ഒളിച്ചില മഴത്തഴപ്പായ നീ വിളിച്ചില മാമുണ്ണൻ വന്നില മാറോടു ചേർത്തില മാമുണ്ണൻ വന്നില മാറോടു ചേർത്തില നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കരിമിഴിക്കുരുവിയെ കണ്ടില്ല നിൻ ചിലമ്പണി ചിലമ്പുലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല കാവിൽ വന്നിലാരാ പൂരം കണ്ടില്ല മായക്കൈ കൊട്ടും മേളവും കേട്ടില്ല കരിമിഴിക്കുരുവിയെ കണ്ടില്ല നിൻ ചിരിമണി ചിലമ്പുലി കേട്ടില്ല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ഒരു എന്താണ്, അരുവി ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു സുഖം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു, അടിപൊളി. അപ്പോൾ നാട് എവിടെയാണ്? പൂത്തോട്ട. ഇവിടെ തന്നെ, അടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് ഇനി ഇദ്ദേഹത്തിന്റെ ആക്ടിങ് ടാലന്റ് കൂടെ ഒന്ന് കാണാം. ഓക്കെ, തുടക്കം എന്തായിരുന്നു? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. The moment you give us freedom, we will start fight over religion, state, power and languages. At the end of it, നിങ്ങൾ വിചാരിക്കുന്ന അഭിനയം കലക്കി, പക്ഷേ ലേശം ഓവറായോ എന്നൊരു സംശയം. നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും, പല കൊച്ചു കൊച്ചു രാജ്യങ്ങളും ഇന്നുണ്ടായിരുന്നത് പോലെ ഇനി ഉണ്ടാകണം എന്നില്ല, തല്ലിപ്പിരിയണം എന്നില്ല. എന്താണ് അങ്ങനെ രാജ്യം ഉണ്ടോ?
നിങ്ങൾ ഇന്ന് കാണുന്ന പല രാജ്യങ്ങളും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കണമെന്നില്ല. പുരോഗമിക്കണം എന്നില്ല. അത് നിങ്ങളുടെ ഫ്യൂവൽ കോംപ്ലക്സ്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി വിഭജിക്കും എന്നല്ലേ? ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. ഓൾറെഡി കൊച്ചു രാജ്യങ്ങളായി വിഭജിച്ചിരുന്നു. തല്ലിപ്പിരിയുന്നു എന്നല്ലേ? ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഈ ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ഫ്യൂഡൽ കോംപ്ലക്സ് ഫ്യൂഡൽ കോംപ്ലക്സ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ റൂൾ അല്ല, നമ്മൾ കൂട്ടിച്ചേർക്ക കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നോണ്ട് ഇവന്റെ വിദ്യാഭ്യാസം ശരിയാവണില്ല എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കിയതാ ഗുണം പിടിക്കാൻ. എവിടെ നന്നാവൊന്നുമില്ലെന്നേ. അതിനായി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകിയിട്ടുള്ളത് ഇനി നാളെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും ദിസ് ഈസ് പാട്രിയോട്ടിസം. അങ്ങനെയല്ലല്ലോ കൈയടിക്കാൻ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy this country and there will be a day every Indian will realize that there is only one religion and that is patriotism. രക്ഷപ്പെട്ടില്ലേ? പക്ഷെ പാട്ടിൽ പിടിച്ചു കേട്ടോ. ഓക്കെ, കൊള്ളാം. അരങ്ങേറ്റ അസലായി. അനിറ്റ. എവിടെയാണ്? കണ്ണൂര്. അപ്പോ എല്ലാരും സെയിം ഇതല്ലേ ബാച്ച്? അല്ല, ഡിഫറെന്റ് ആണ്. ഏതാണ്? ഞാന് 3-1 ആണ്. ഓക്കെ, അപ്പോ പാട്ട് പാടുവോ? ഇല്ല. പാട്ടോടെ ഇവിടെ ആരും നിക്കില്ല. എന്നാ പാടണ്ട, വേണ്ട. അപ്പൊ ശരി, നമുക്ക് കഥയിലേക്ക് തന്നെ പോവാം. റെഡി അല്ലേ? റെഡി, ആക്ഷൻ. അയ്യോ, തെറ്റിപ്പോയല്ലോ. മനസ്സിലായില്ല. ശരി, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. The moment you give us freedom, we'll start fight over religion, power, state and languages. പക്ഷേ നിങ്ങൾ നീ ചെയ്യുന്ന ദ്രോഹം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. That will destroy our country. And there will be a day every Indian will realize India has only one religion. That is patriotism. Smart boy. ഞാൻ തെറ്റി എവിടാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നു. The moment you give us freedom, we will start fight over religion, power, states and languages. നിങ്ങളുടെ വരുന്നതിന് മുമ്പുള്ള ഈ രാജ്യം പോലെയുള്ള ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയുമെന്നല്ലേ? കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയുമെന്നല്ലേ? That's your intention. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം നാളെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ആളിപ്പടരും. And that will destroy our country. And there will be a day every Indian will realize India has only one religion. That is patriotism. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യൂ തോമൻ. ടേക്ക് ഇറ്റ് ഈസി. എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. ഓക്കെ, ഡോക്ടേഴ്സ് റൂമിലേക്ക് നടക്കുന്ന സമയം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. എവിടെയാണ് നാട്? കണ്ണൂര്. ഏതിനാണ് ഇവിടെ? 5 year. ഓക്കെ, അപ്പോ പാട്ട് പാടുവോ വിഷ്ണു? ഒരിക്കലുമില്ല. പാട്ട് കേൾക്കാറുണ്ടോ? ഒരു 2 പരിപാടി ഗാമിയോ. ഓക്കെ, അതിനപ്പുറം പോവില്ല. ഇത് പാട്ടായിരുന്നില്ലേ ഞാൻ പാടുമ്പോ? ഓക്കെ, എന്നാ ശരി, തുടങ്ങാം. റെഡി, ആക്ഷൻ. The moment you give us freedom. The moment you give us freedom. അഡ്വക്കറ്റ് ആണ്, ഇത് കോർട്ടുമാണ്. ഇനി പറയാം. അപ്പൊ ഭാവിയിലും പോയോ? The moment you give us freedom, we will fight over again religion, caste. There is no discrimination against. അതൊക്കെ എപ്പം വന്ന്? എത്ര ലജ്ജാവഹം. ആർട്ടിക്കിൾ 27 ഞാൻ ചോദിക്കണം. Okay, this moment you will give us freedom. We will fight over again religion, state and language, etc. The moment you give us freedom, we will fight over again power, religion, caste, state and language. At the end of the day, നിങ്ങളിവിടെ വരുന്നതിന് മുൻപ് ഉണ്ടായതുപോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തമ്മിൽ തല്ലി പിരിയണം. That is your intention.
എപ്പോ? But the gems are floating like germs and sperms. Humpty Dumpty. ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ഓക്കെ, നിങ്ങൾ ഭരിച്ച ഒരു രാജ്യവും സ്വാതന്ത്ര്യം നേടിയാലും പുരോഗമിക്കരുത് എന്നുള്ള ഫ്യൂഡൽ കോംപ്ലക്സ് അതാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയിലൂടെ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഈ ജനതയിലേക്ക് മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകുന്നതിലൂടെ പാകിയിട്ടുള്ളത്. ഈ ദ്രോഹം നിങ്ങൾ ഇവിടെ വിട്ടുപോയാലും മാറത്തില്ല. ദിസ് വിൽ ബി ഡിസ്ട്രോയ് അവർ കൺട്രി. There will be one day every Indian will realize there is only one religion. Patriotism. ഒരു സർബത്ത് കുടിച്ചിട്ട് പോ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? എന്താണ് പേര്? അഭിരാമി. അഭിരാമി. എവിടെ, നാട് എവിടെയാണ്? കൊല്ലം. കൊല്ലത്തെവിടെ? കൊട്ടയം. ഞാൻ കൊല്ലത്താണ്. അറിയാം. നമ്മുടെ ഈ എമർജൻസി ഇല്ലേ, ആ പീരീഡ് ഓഫ് എമർജൻസി, അതായത് അടിയന്തര കാലാവസ്ഥ, മൊത്തം എത്ര അടിയന്തര കാലാവസ്ഥ? 3. അവസാനത്തെ അടിയന്തരാവസ്ഥ ആര് പ്രൈം മിനിസ്റ്റർ ആയിട്ടിരുന്നപ്പോഴായിരുന്നു? ഇന്ദിരാഗാന്ധിയാണോ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10ൽ പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലോ. 10? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10ൽ പാതിന്ന് കണക്കറിഞ്ഞൂടെ പിശാചിന്. The moment you give us freedom, we will start fight against. മറന്നുപോയി. The moment you give us freedom, we will start fight over power, religion, state and language. At the end of it, നിങ്ങൾ ഭരിക്കുന്ന രാജ്യം പല കൊച്ചു രാജ്യങ്ങളെ തല്ലിപ്പിരിയുമെന്നല്ലേ? That's your intention. നിങ്ങൾ ഭരിക്കുന്ന ഓരോ രാജ്യം നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ലെന്നുള്ള ഫീഡൽ കോംപ്ലക്ഷൻ, അതിനായി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിലൂടെ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകുന്നു. അത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാലും ഇവിടെ ആളിപ്പടരും. That will destroy the country. But one day, there will be a day, all Indians will realize India has only one religion, that is patriotism. അക്ഷിത് ആരാണ്? അക്ഷിത്, എന്തൊക്കെയാണ്? നല്ല ചിരിയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. നാട് നോർത്ത് വെറൂർ. ഏത് ഇയറാണ് ഇവിടെ? 5 year. തുടങ്ങാം. അയ്യോ, ഇതൊരു നിസ്സാര പ്രശ്നല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. The moment you give us freedom. അയ്യോ, മറന്നുപോയി. നീ എന്താ മുഖം പൊത്തിയത്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. The moment you give. എങ്ങനെങ്കിലും പറയണോ? എന്താ പറഞ്ഞോളൂ. പറയട്ടെ. The moment you give us freedom, the war, you start fighting over the fighting over religion, power, state and languages. ഇങ്ങനെ ചെയ്യല്ല, അത് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുള്ള സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. At the end of it, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന രാജ്യം പല കൊച്ചു രാജ്യങ്ങളായി പിരിയുന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അല്ല, അങ്ങനെയാണ്. That is your intention. മതഭ്രാന്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാനൊക്കെ നോക്കണ അതൊക്കെയല്ലേ? എന്നിട്ട് അത് നിങ്ങൾ വിചാരിക്കണത് ശരിയാവൂല എന്തായാലും. അങ്ങനെയൊക്കെയല്ലേ? നീ പറഞ്ഞ സത്യമാണോ? That is your patriotism. ശരി, ഒരേ ഒരു ചോദ്യം ചോദിച്ചിട്ട് വിടാം. ചെറിയൊരു ചോദ്യം, കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല കേട്ടോ. ചോദിച്ചോ. LLBയുടെ ഫുൾ ഫോം പറയൂ, വേറെ ആരും പറയല്ല പ്ലീസ്. അങ്ങനെ പറയല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കാമോ? ലീഗം ബാച്ചിലർ അങ്ങനെ ചോദിക്കലതാണ്. ഞങ്ങൾ ഇറങ്ങാ. മോള് വളർന്ന് വലുതായിട്ട് വരാം. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. 75 വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ നടന്ന് ചായ കുടിച്ചത് പോരെ? ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചായ കുടി. എന്നെ കൊണ്ടുവരുന്ന 100 വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനോട് നിറച്ചുണ്ടോ? എഴുന്നേറ്റ് പാടേ.
യെസ്, എന്താണ് പേര്? അഞ്ജലി. അഞ്ജലി ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ആണോ? ശരിക്കും. അഞ്ജലി എവിടെ? നാട് എവിടെ? പത്തനംതിട്ട. ഇവിടെ ഏത്? ഇപ്പൊ 5 year കോഴ്സാണ്, 3rd year ആയി. പാട്ട് പാടൂല്ലേ അഞ്ജലി? പാട്ട് പാടും, ബാത്റൂം സിംഗർ ആണ്. കാരണം വേറെ എവിടെയെങ്കിലും പാടിയാ പോവേണ്ടി വരും. രണ്ടുപേരും പാടി നോക്ക്. ദൂരെ ആരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയ സ്വരൂപിൻ സാന്ദ്രമാം നാദം, കാതിൽ മെല്ലെ കിക്കിളി കൂട്ടം തില്ലുലോലാക്കിൽ, കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം, ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ, ശിശിരം പകരും പനിനീർ മഴയിൽ വെറുതെ നനയുമ്പോൾ മതി. അടിപൊളി, നന്നായി പാടി. ഇത് പാടിയപ്പോ ഡയലോഗ് പറഞ്ഞു. ഓർമ്മിപ്പിക്കില്ല, ഡയലോഗ് പറഞ്ഞു. ഇല്ല, അറിയാം. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. The moment you give us freedom, we will start fight over power, caste, religion and languages. And at the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് ഉണ്ടായിരുന്ന പോലെ ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തമ്മി പിരിയും എന്നല്ലേ? That's your intention. നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമനിക്കാൻ പാടില്ല എന്നുള്ള നിങ്ങളൊരു ഫ്യൂഡൽ കോംപ്ലക്സ്. അതിനുവേണ്ടി ഉണ്ടാക്കിയാണ് ഈ ഡിവൈഡ് റൂൾ പോലുള്ള പോളിസികൾ. അത് ഇവിടെ മതേതരത്തിന്റെ വിക്ക് പാകിയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്ന ദ്രോഹം നാളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചാലും അത് ആളിപ്പടരും. And one day we will realize that India has only one language, one religion, that is patriotism. കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? അവിടെ നിന്ന് ആലോചിക്കുന്നത് എന്താണ് പറയേണ്ടതെന്നുള്ളത് അല്ലേ? എന്താണ് പേര്? മുഹസിന. നല്ല പേരാണ്. എവിടെയാണ് നാട്? കോതമംഗലം. ഇതിപ്പോ ഏത് ഇയർ ആയി ഇവിടെ? 2nd year. കംപ്ലീറ്റ് ടോട്ടലി പോയി കേട്ടോ. തുടങ്ങാം. ഒരു ആർട്ടിക്കിൾ ചോദിച്ചാൽ പറഞ്ഞു തരൂ. ആർട്ടിക്കിൾ 27 എന്താണ്? 27 ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇതൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാളുണ്ട്, ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ. ഒന്ന് വരും. എന്താണ് പേര്? ശില്പ. ഇദ്ദേഹത്തിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ്. ടീച്ചറാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞു. 27 എന്ന് പറഞ്ഞു. റിലീജിയന്റെ ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പൊ നമ്മുടെ ഈ 15 അത് വരുന്നില്ലേ? ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലേ? ടീച്ചറെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു ടീച്ചർ. അപ്പൊ റെഡി, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. The moment we start fight over. ഇത് 1ാം ക്ലാസ്സിൽ ഏതോ കുട്ടി എഴുതി പറയുന്നതൊക്കെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? The moment you gave us freedom, we will start fight over power, religion, state and language. At the end of it, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഈ രാജ്യം പല പല കൊച്ചു രാജ്യങ്ങളായി തല്ലിപ്പിരിയാം. ദാറ്റ് ഈസ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഇന്ന് ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും പുരോഗമനത്തിൽ എത്താൻ പാടില്ലെന്നുള്ള നിങ്ങളുടെ ഫീഡൽ കോംപ്ലക്സ്. അതിനായി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ പാകിയിട്ടുള്ളതാ. അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലും ആളിപ്പടരും. ബട്ട് വൺ ഡേ this will destroy our country. But there will be a day that Indians will realize India has only one religion, that is patriotism. Okay. Thank you. എന്താ നോക്കി നിൽക്കുന്ന? Go to your classes. Go. അടുത്ത് ശ്രീഹരി വരും. ശ്രീഹരിക്ക് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടൊക്കെയാണല്ലേ? എവിടെയാണ് നാട്? തൃശ്ശൂർ. ഇവിടെ ഇപ്പോൾ ഏത് ഇയറായി? 2nd year. ആയി. മ്യൂസിക് വിത്ത് ബോഡി ഷോ ജിം ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. വേണോ അങ്ങനെ? എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങണോ? പിന്നെ തീർച്ചയായും വേണല്ലേ? The moment you realize freedom, we will start fight against power, religion, caste and state and languages. At the end of it, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഈ രാജ്യം ഉണ്ടായിരുന്ന പോലെ കൊച്ചു കൊച്ചു രാജ്യങ്ങളായി വിഭജിക്കണം എന്നുള്ള നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആയിരിക്കും. ഇല്ല, കുറച്ച് ടൈം കിട്ടുമ്പോഴേക്കും ശരിയാവായിരിക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്.
കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ദാറ്റ്സ് യുവർ ഇന്റൻഷൻ. നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യവും സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കാൻ പാടില്ല എന്നുള്ള നിങ്ങളുടെ ഫ്യൂഡൽ കോംപ്ലക്സ് അതല്ലേ? അതിനല്ലേ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പേരിൽ പോളിസിയിൽ കുറച്ചധികം വല്ലാതെ വേർക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം തന്നെ. എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ സത്യത്തിൽ എവിടെ ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഇദ്ദേഹം വിയർക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വയ്യ എനിക്ക് കേട്ടോ. അദ്ദേഹത്തിന്റെ ഞാനൊരു എക്സ്ക്യൂസ് ചെയ്യുകയാണ്. ഒരു ചെറിയ കൺട്വിസ്റ്റർ ചെയ്യാം. നമ്മൾ ഇതെല്ലാം മറന്നു. ഓക്കെ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം നിർത്താതെ 3 പ്രാവശ്യം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം ഈ സമയത്ത് തന്നെ വേണമായിരുന്നല്ലോ. സിമ്പിൾ അല്ലേ? വലിയ തലവേദന ആയല്ലോ. 3 പ്രാവശ്യം നിർത്താതെ പറയണം. മസ്തിഷ്കത്തിൽ ബ്ലഡ് അല്ല ബ്ലഡ് പ്രളയം. മസ്തിഷ്കം. ആ തല എന്ന് പറഞ്ഞാൽ മതി. ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ 2 അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി. ഒക്കെ ശരിയാ. ശവം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഒന്ന് വിടാ. ഓക്കെ. മുണ്ടിൽ ചെളിപുരളരുത്. അത് പറയാം. മുണ്ടിൽ ചെളിപുരളരുത്. 3 പ്രാവശ്യം പറഞ്ഞു. മുണ്ടിൽ ചെളിപുരളരുത്. മുണ്ടിൽ ചെളിപുരളരുത്. മുണ്ടിൽ ചെളിപുരളരുത്. ഇത്രയും ഒരു പാവം മനുഷ്യനാണ് കണ്ടിട്ടില്ല. ചക്ക വീടും മൊയലി എത്തു. ശ്രീനാരായണ ലോ കോളേജ് ഞാൻ പറയാതെ തന്നെ കണ്ടല്ലോ കുട്ടികൾ എല്ലാവരും എന്താണ് ഫുൾ എനർജിയിലായിരുന്നു. ഭയങ്കര രസകരമാണ്. നമ്മളൊക്കെയും എൻജോയ് ചെയ്തു. നിങ്ങൾക്കും എപ്പിസോഡ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇവിടം വിട്ട് പോകുന്നില്ല. തൽക്കാലം ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.